Center. Today I am going to teach you class 7 हिंदी इकाई 5 की नज़ारे की प्रेम के सिवा और कुछ नहीं है। रांची झारखंड। रिम्स झारखंड का सबसे बड़ा सरकारी अस्पताल है। റിംസ് എന്ന് പറയുന്നത് ജാർഖണ്ഡിലെ ഏറ്റവും വലിയ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. इस अस्पताल में एक रिपोर्ट लेने मैं ഖത്താർ में खड़ी थी. इस अस्पताल में ഈ ഹോസ്പിറ്റലിൽ ഒരു റിപ്പോർട്ട് മേടിക്കാൻ വേണ്ടി ഖത്താർ മീൻസ് ക്യൂവിൽ നിൽക്കുമായിരുന്നു ഞാൻ. മേരെ ആകെ एक വ്യക്തി खड़ा था. എനിക്ക് മുന്നിൽ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. മേരെ ആകെ एक വ്യക്തി खड़ा था. उसे भी कोई रिपोर्ट लेनी थी. അവർക്കും ഏതൊരു റിപ്പോർട്ട് വാങ്ങാനുണ്ടായിരുന്നു. पैसे जमा करते वक्त उसके पास 20 रुपये कम पड़ रहे थे. പണം എടുത്ത് നോക്കുമ്പോൾ അയാളുടെ കയ്യിൽ 20 രൂപ കുറവായിരുന്നു. വ പരേഷാൻ ഇധർ ഉധർ താക് രഹാ താ. ടെൻഷൻ കൊണ്ട് അവിടെ ഇവിടെയും ഒക്കെ തിരയുന്നുണ്ടായിരുന്നു. ബാർ ബാർ ജേബ് മേ ഹാത്ത് ഡാൽത്താ താ. വീണ്ടും വീണ്ടും ജേബ് മീൻസ് പോക്കറ്റിൽ കൈയിടുന്നുണ്ടായിരുന്നു. പീച്ചെ വാലെ ലോഗ് ജൽദി കറോ ചില്ലാ രഹത്തെ. പിന്നിലുള്ള ആളുകൾ പെട്ടെന്ന് വേഗത്തിൽ ചെയ്യുന്നു ഒച്ച വെക്കുന്നുണ്ടായിരുന്നു. വ ഇധർ ഉധർ ഫോൺ ലഗാനെ ലഗ. അവിടെ ഇവിടെയൊക്കെ ഫോൺ ചെയ്യാൻ തുടങ്ങി അദ്ദേഹം. 20 रुपया नहीं मिल रहा, लाइन में खड़ा हूँ, लेकर जल्दी आइए, वो किसी से फ़ोन पर कह रहा था. 20 रुपया नहीं मिल रहा. കയ്യിൽ 20 രൂപ ഇല്ല, ഞാൻ ലൈനിൽ നിൽക്കുകയാണ്, പെട്ടെന്ന് കൊണ്ടുവരുമെന്ന് ആരോടോ ഫോണിൽ ചെയ്ത് പറഞ്ഞു. किसी से फ़ोन पर कह रहा था. तभी मैंने 20 रुपये निकाल कर उसकी और बढ़ा दिया. അപ്പോൾ ഞാൻ 20 രൂപ എടുത്തിട്ട് അയാൾക്ക് നേരെ നീട്ടി. उसकी और बढ़ा दिया मीൻസ് അയാൾക്ക് നേരെ നീട്ടി, അയാൾക്ക് കൊടുത്തു അല്ല മതി. ഉസ്നെ റാഹത്ത് കി സാൻസ് ലി. അപ്പോഴാണ് അയാൾക്ക് പെട്ടെന്ന് സമാധാനമായതെന്ന് പറയുന്നത് നമ്മൾ. मैंने देखा आदमी छोटी सी मदद के लिए आसपास खड़े इंसानों की तरफ नहीं देख सकता. അപ്പം ഞാൻ എന്താണ് അവിടെ കണ്ടത്? മനുഷ്യർ ചെറിയൊരു സഹായത്തിന് വേണ്ടിയിട്ട് അടുത്ത ഉള്ള ആളുകളെ നോക്കാറില്ല ആളുകൾ. इंसानों की तरफ नहीं देख सकता. असहाय महसूस करता है. അസഹായത തോന്നുകയാണ് അവർക്ക് ആ സമയത്ത് ചെയ്യുന്ന. അടുത്തുള്ളവർ സഹായിക്കുന്നുള്ള പ്രതീക്ഷ അവരിൽ ഇല്ലയാണ്. काम पूरा होने पर वह कतार से अलग हो गया और 20 रुपये के लिए फ़ोन पर किसी को बुलाता रहा. ഈ ആൾ കൊടുത്ത 20 രൂപ അവിടെ അടച്ചിട്ട് ഇയാൾ ക്യൂവിൽ നിന്ന് മാറി നിന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? 20 രൂപയ്ക്ക് വേണ്ടിയിട്ട് ആരോടോ ഫോണിൽ വിളിച്ച് പറയുന്നു. काम पूरा होने पर वह कतार से अलग हो गया और 20 रुपये के लिए फ़ोन पर किसी को बुलाता रहा. मैं റിപ്പോർട്ട് ലേക്കർ ജാനെ ലഗി തോ വ പാസ് ആയ. ഞാൻ റിപ്പോർട്ട് കൊണ്ട് പോകാൻ നിന്നപ്പോൾ അദ്ദേഹം അടുത്ത് വന്നു. ज़रा रुकिए धन्यवाद, आपके 20 रुपये पैसे लौटाते हुए उसने कहा. ज़रा रुकिए, ഒന്ന് നിൽക്കൂ, ധന്യവാദ് താങ്ക്സ് പറഞ്ഞു. ആപ്കെ 20 रुपये, നിങ്ങളുടെ 20 രൂപ. പൈസ ലൗട്ടാത്തെ ഹുവേ ഉസ്നെ കഹാ. പണം തിരിച്ചു കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു. അരെ വാപ്പസ് കർണ ജറൂരി നെഹി ഹൈ. തിരിച്ചു തരേണ്ട ആവശ്യമില്ലായിരുന്നു. 20 तो रुपये है, 20 രൂപയല്ലേ, അത് തിരിച്ചു തരേണ്ട ആവശ്യമില്ല എന്ന് കൊടുത്ത ആൾ പറഞ്ഞു. മേനെ കാ, ഞാൻ പറഞ്ഞു. നെഹി വ 20 रुपये നെഹി തെ, അതൊരു 20 രൂപ ആയിരുന്നില്ല. കേക്കർ വ ചലാ ഗയ, അതും പറഞ്ഞ് അയാൾ പോയി. दूसरे दिन बहुत सुबह फिर कोई रिपोर्ट लेने दूसरी तरफ मेरी छोटी बहन को जाना पड़ा. പിറ്റേ ദിവസം ദൂസറേ ദിൻ പിറ്റേ ദിവസം ബഹുത് സുബ നന്ന് രാവിലെ ഫിർ കോയി റിപ്പോർട്ട് ലേനെ, ഏതൊരു റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൻ്റെ എതിർവശത്തേക്ക് എൻ്റെ ഇളയ സഹോദരിക്ക് പോകേണ്ടി വന്നു. മേരി ബഹനെ നന്നി ബച്ചിക്കോ ഗോദ്മേ ലേ രഖാ താ. അവളുടെ കയ്യിൽ ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. റിപ്പോർട്ട് ലേനെ കെ ബാദ് ഉസെ ഫോട്ടോ കോപ്പി കർവാനി തീ. റിപ്പോർട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കേണ്ടിയിരുന്നു. വ പൈസ ഡൂണ്ടെ ലഗി. അവൾ പൈസ തിരയാൻ തുടങ്ങി. ഡൂണ്ടെ ലഗി, തിരയുക. ഡൂണ്ന മീൻസ് തിരയുക. ജേബ് മേ പൈസ നെഹി തേ. പോക്കറ്റിൽ പൈസ ഇല്ലായിരുന്നു. ഊപ്പർ അസ്പതാൽ കെ ചൗത്തെ തല്ലേ മേ ഹി ചൂട്ട് ഗയേ തേ. ഹോസ്പിറ്റലിൻ്റെ 4ാം നിലയിൽ വെച്ച് മറന്നുപോയി പണം. उसने दुकानदार से कहा कि वह कुछ देर में पैसा लेकर दे देंगी.
उसने दुकानदार से कहा ഷോപ്പിലുള്ള ആളോട് പറഞ്ഞു കുച്ച് ദേർ മേ കുറച്ച് സമയത്തിൽ അവൾ പൈസ എടുത്തിട്ട് കൊണ്ടുവരാമെന്ന്. ഉസേ ഫോട്ടോ കോപ്പി ചായേ അവൾക്ക് ഫോട്ടോ കോപ്പി വേണമായിരുന്നു, അത് അത്യാവശ്യമായിരുന്നു. ജറൂരി ഹേ അത്യാവശ്യമായിരുന്നു. പർ ദുക്കാൻദാർ ആനാഖാനി കേൾക്കാത്ത പോലെ നിന്നു കടക്കാരൻ. तभी पास खड़े एक लड़के ने उसकी फोटो कॉपी के भी पैसे जमा कर दिए. തബി പാസ് കടേ അപ്പോൾ തബി മീൻസ് അപ്പോൾ പാസ് കടേ മീൻസ് അടുത്ത് നിന്നിരുന്ന ഏക് ലഡ്കേനെ ഒരു ആൺകുട്ടി ഉസ്കി ഫോട്ടോ കോപ്പിക്ക് ബി പൈസ ജമാക്കർ ദിയേ അവളുടെ ഫോട്ടോ കോപ്പീൻ്റെ പൈസ ആ ആൺകുട്ടി കൊടുത്തു. ബഹൻ ഉസേ പലട്കർ കുച്ച് കേത്തി ലേക്കിൻ വ ബീഡ് മേ ഗായബ് ഹോ ചുക്കാ താ. തിരിഞ്ഞ് നിന്ന് സഹോദരി എന്തോ പറയാൻ വേണ്ടി പോയപ്പോഴേക്കും ആ കൂട്ടത്തിൽ നിന്ന് അയാളെ കാണാതെയായി. मैं शाम अस्पताल के बाहर चाय पीने निकली. मैं शाम अस्पताल के बाहर ഞാൻ വൈകുന്നേരം ഷാം മീൻസ് വൈകുന്നേരം अस्पताल के बाहर ഹോസ്പിറ്റലിൻ്റെ പുറത്ത് ചായ मैं शाम अस्पताल के बाहर चाय पीने निकली. ഞാൻ വൈകുന്നേരം ഹോസ്പിറ്റലിൻ്റെ പുറത്ത് ചായ കുടിക്കാൻ വേണ്ടി പോയി. ആങ്കേ ദുഃഖ രഹി थी വിഷമത്തിലായിരുന്നു. ചായ വാലേക്കോ കഹാ ചോട്ടെ കപ്പ് മേ ചായ ദീജിയേഗ. ചായക്കാരനോട് പറഞ്ഞു ചെറിയ കപ്പിൽ ചായ തന്നോളൂ. ഉസ്നെ ബഡേ കപ്പ് മേ ചായ ദേദി. അദ്ദേഹം വലിയ കപ്പിൽ തന്നെ ചായ എടുത്തു. ഭയ്യ ചോട്ടാ കപ്പ് ഞാൻ പിന്നെയും പറഞ്ഞു ചെറിയ കപ്പിൽ മതി. ഫിർസെ മേനെ കാ ഞാൻ പിന്നെയും പറഞ്ഞു. പിജിയെ നാ. അപ്പോൾ അദ്ദേഹം കടക്കാരൻ പറഞ്ഞു കുടിച്ചോളൂ. കേക്കർ ബോയ് കിസിസെ ബാത് കർനെ മേ വ്യസ്ത് ഹോ ഗയാ. കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വേറെ അടുത്തുള്ള ആളോട് സംസാരിക്കുന്നതിൽ ബിസിയായി. വ്യസ്ത് ഹോന ബിസി രഹന. മേനെ ചായ പീലി. ഞാൻ ചായ കുടിച്ചു. ഫിർ വ മേരി തരഫ് പലട്കർ ബോല. പിന്നീട് അദ്ദേഹം എൻ്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് പലട്ന മീൻസ് തിരിഞ്ഞിട്ട് പറഞ്ഞു കോയി അസ്പതാൽ മേ അഡ്മിറ്റ് ഹേ ക്യാ. ആരെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? മേനെ സോച്ചാക്കി മേരെ പീച്ചെ കോയി ഹോഗ. ഞാൻ വിചാരിച്ചു എൻ്റെ പിന്നിൽ ആരോ ഉണ്ട്, അവരോടാണ് അദ്ദേഹം ചോദിക്കുന്നതെന്ന്. शायद उसी से पूछ रहा हो. उसने फिर कहा आपसे पूछ रहा हूँ. मैंने सोचा कि मेरे पीछे कोई होगा. ഞാൻ വിചാരിച്ചു എൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടാവും, അവരോടാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ഷായദ് ഉസി സേ പൂച്ച് रहा हो. उसने फिर कहा അദ്ദേഹം പിന്നെ പറഞ്ഞു आपसे पूछ रहा हूँ. ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്. आपको हमेशा पढ़ता हूँ. ഞാൻ എപ്പോഴും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. बहुत अच्छा लगता है. मैंने उसे शुक्रिया कहा. ഞാൻ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു. शुक्रिया മീൻസ് താങ്ക്സ്, നന്ദി. फिर चाय के पैसे देने लगी. പിന്നീട് ഞാൻ ചായയുടെ പണം കൊടുക്കുമായിരുന്നു. वह हाथ बांधकर उसी तरह खड़ा रहा. അയാൾ അതേപോലെ തന്നെ കൈ കെട്ടി നിന്നു. बहुत जिद करने के बाद भी ഉസ്കെ ബാന്ദേ ഹാത്ത് കുലേ നഹി. അയാൾ എത്ര ശ്രമിച്ചിട്ടും അയാൾ ആ കൈ തുറന്നില്ല. അയാൾ അതേപോലെ തന്നെ കൈ കെട്ടി അവിടെ നിന്നു. ബഹുത് ജിദ് കർണ മീൻസ് ജിദ് മീൻസ് എന്താ, നമ്മൾ കുറേ നിർബന്ധം പറയാം. मैंने चाय के लिए उसे शुक्रिया कहा और अस्पताल के भीतर चली गई. അങ്ങനെ ഞാൻ ചായക്ക് താങ്ക്സ് പറഞ്ഞു. എന്നിട്ട് अभाव, बीमारी, गरीबी, दुख के बीच भी साधारण लोगों ने अपने जीवन में थोड़ा थोड़ा प्रेम, थोड़ी थोड़ी आत्मीयता और मनुष्यता बचा कर रखी है. अभाव इल्लाയ്മ, बीमारी रोगम, गरीबी दारिद्र्യം, दुखम ദുഃഖെ ബീച്ച് ബി സാധാരണ ലോകോനെ. ഇതിൻ്റെ എല്ലാ നടുവിലും സാധാരണ ജനങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ സ്നേഹം, അടുപ്പം, മനുഷ്യത്വം എന്നിവ സൂക്ഷിക്കാറുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. उन्हें देखते हुए सोचती हूँ कि धरती में प्रेम सबसे ताकतवर मूल्य है. അവരെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഭൂമിയിൽ പ്രേമമാണ്, സ്നേഹമാണ് എല്ലാത്തിലും ബലവാൻ. यही इंसान के भीतर समर्पण ला सकता है. ഭൂമിയിൽ ഏറ്റവും ശക്തമായ മൂല്യം സ്നേഹമാണ് എന്ന് ഇദ്ദേഹം വിചാരിക്കുന്നു. ഇതിന് മനുഷ്യൻ്റെ ഉള്ളിൽ ത്യാഗം കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. यही इंसान के भीतर समर्पण ला सकता है. समर्पण मीन्स त्यागम. और यही अतिरिक्त पानी के लालच और यही अतिरिक्त पाने के लालच उसके लिए एक दूसरे पर हमले, एक दूसरे पर अविश्वास और हिंसा सबको ख़त्म कर सकता है.
और यही अतिरिक्त पाने के लालच उसके लिए एक दूसरे पर हमला, एक दूसरे पर अविश्वास और हिंसा सबको ख़त्म कर सकता है. ഇതിന് മനുഷ്യൻ്റെ ഉള്ളിൽ ത്യാഗം കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. ഇതിന് കൂടുതൽ നേടാനുള്ള അത്യാഗ്രഹം, പരസ്പരമുള്ള ആക്രമണം, അവിശ്വാസം, ഉപദ്രവം എന്നിവയെ ഇല്ലാതാക്കാൻ കഴിയുന്നുണ്ട്. इस धरती को प्रेम के सिवा और कुछ नहीं बचा सकता. ഈ ഭൂമിയെ സ്നേഹത്തിനല്ലാതെ മറ്റാർക്കും രക്ഷിക്കാൻ കഴിയില്ല. सही मिलान करें. मैच द फॉलोइंग. कतार में खड़े व्यक्ति को 20 रुपये चाहिए थे. फोटो कॉपी लेने का पैसा बहन के पास नहीं था. चाय के दुकान वाले ने मुझसे पैसा न मांगा था. अस्पताल के भीतर और बाहर की दुनिया अलग थी. डायरी के आधार पर पूर्ति करें और वाक्य लिखें. प्रेम से इंसानियत अंकुरित होती है. प्रेम से अविश्वास खत्म होता है. प्रेम से समर्पण अंकुरित होता है. प्रेम से हमला खत्म होता है. प्रेम से आत्मीयता अंकुरित होती है. प्रेम से हिंसा खत्म होता है. हमें दूसरों से स्नेहित व्यवहार करना है. इस विषय पर एक लघुलेख लिखे. നമ്മൾ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുന്ന ഈ വിഷയത്തെ പറ്റിയിട്ട് ഒരു ലഘുലേഖനം എഴുതാനാണ്. हम समाज में रहते हैं. നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. हम समाज में रहते हैं. हम दूसरों से प्रेम से व्यवहार करें. നാം മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറണം. हम दूसरों से प्रेम से व्यवहार करें. हमारे चेहरे पर सदा खुशी है तो हम दूसरों से भी खुशी से बात करें. നമ്മുടെ മുഖത്ത് എപ്പോഴും സന്തോഷമാണെങ്കിൽ മാത്രമേ നാം മറ്റുള്ളവരോടും സന്തോഷത്തോടെ പെരുമാറാൻ പറ്റുള്ളൂ. हमारे मन में करुणा, प्यार आदि है तो हम दूसरों को भी ये दिखाएं. നമ്മുടെ മനസ്സിൽ ദയ, സ്നേഹം മുതലായവ ഉണ്ടെങ്കിൽ നമ്മളത് മറ്റുള്ളവർക്കും കാണിച്ചു കൊടുക്കണം. हम दूसरों से स्नेह से व्यवहार करें तो उनके मन में भी स्नेह भर जाएगा. നമ്മൾ മറ്റുള്ളവരോട് സ്നേഹത്തിൽ പെരുമാറിയാൽ ഓരോ മനസ്സിലും സ്നേഹം നിറയും. स्वार्थ के बिना हमें दूसरों की मदद करके जिए. സ്വാർത്ഥത ഇല്ലാതെ നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തിട്ട് ജീവിക്കുക.